ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. യെസ്, കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സൂപ്പർ കപ്പിലെ തങ്ങൾ ആദ്യ മത്സരം വിജയിച്ചിരിക്കുകയാണ്. 1-0 എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രാജസ്ഥാൻ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരുന്നത്. സോ നമ്മൾക്ക് ഈ മത്സരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കറ്റാലിന്റെ അണ്ടറിൽ 4-2-3-1 എന്ന ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് കളിയുടെ തുടക്കത്തിൽ തന്നെ ഒരു മികച്ച പ്രസ്സിംഗ് ഗെയിമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. രാജസ്ഥാൻ യുണൈറ്റഡിന്റെ പ്ലേയേഴ്സിൽ എപ്പോഴൊക്കെ അവരുടെ ഡിഫൻഡേഴ്സിൽ ഏതൊക്കെ സമയത്ത് പന്ത് കിട്ടുന്നുണ്ടോ ആ സമയത്തൊക്കെ നമ്മുടെ സ്പാനിഷ് താരമായ കോൾഡോ ഒബിയേറ്റ അവരെ പ്രസ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ പറയാനുള്ളത് അഡ്രിയാൻ ലൂഡയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് നമുക്ക് അഡ്രിയാൻ ലൂഡയുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ആയതുകൊണ്ടാവാം പതിയെ അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയ സ്പാനിഷ് താരം ജുവാൻ റോഡ്രിഗസ്. മികച്ച പ്രകടനമാണ് ജുവാൻ റോഡ്രിഗസ് തന്റെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 87ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയ ആ ഗോളിന്റെ വലിയ പങ്കും വഹിച്ചത് ജുവാൻ റോഡ്രിഗസ് ആണ്. സത്യത്തിൽ ആ ഗോള് സ്കോർ ചെയ്തത് കോൾഡോ ഒബിയേറ്റ ആണെങ്കിലും അതിന്റെ പിന്നിലുള്ള എഫേർട്ട്, ആ ഗോളിലേക്കുള്ള എഫേർട്ട് ഇട്ടിരുന്നത് ജുവാൻ റോഡ്രിഗസ് ആണ്. 87ാം മിനിറ്റിൽ സെക്കൻഡ് ഹാഫിൽ 87ാം മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഗോൾ വരുന്നത്. റൈറ്റ് വിങ്ങിലൂടെ വന്ന ജുവാൻ റോഡ്രിഗസിന്റെ ഒരു മികച്ച ക്രോസ് ആണ് ബോക്സിലേക്ക് വന്നത്. ബോക്സിലേക്ക് ഓടിയെത്തിയ കോൾഡോ ഒബിയേറ്റ അത് ഫസ്റ്റ് ടൈം ഹെഡറിലൂടെ ഫിനിഷ് ചെയ്യുകയായിരുന്നു. അങ്ങനെ 1-0 എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത്. പിന്നെ ആദ്യ മത്സരം ആയതിന്റെ ഒരു പോരായ്മയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലുണ്ട്. അത് പതിയെ ശരിയായി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരമാണ്. ഈ വരും മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു മികച്ച പ്രകടനം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സൂപ്പർ കപ്പിന്റെ ഗ്രൗണ്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗോവയുടെ ഗ്രൗണ്ട് വളരെ മോശം ഗ്രൗണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പല പ്ലേയേഴ്സും മത്സരത്തിനിടയിൽ സ്ലിപ്പായി വീഴുന്ന ഒരു കാഴ്ച നമ്മൾ പലതവണ കണ്ടതാണ്. എന്തോ ഒരു ഭാഗ്യവശാൽ ആർക്കും ഇഞ്ചുറി ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് 1-0 എന്ന സ്കോറിൽ രാജസ്ഥാൻ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നുകൂടി നല്ല രീതിയിൽ പ്രസ്സിംഗ് ഗെയിം ഒരു മികച്ച രീതിയിൽ കൂടി പ്രസ്സിംഗ് ഗെയിം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ സ്കോർ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിൽ കൂടുതൽ ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചുകൂടി പ്രസ്സിംഗ് ഗെയിം നമ്മൾ കാഴ്ചവെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അടുത്ത ഗെയിം വരുന്നത് ഡൽഹി FC-ക്കെതിരെയാണ്. ആ ഗെയിമിലും ഇതുപോലെ തന്നെ ഇതിൽ കൂടുതൽ മികച്ച ഒരു പ്രകടനം ആണ് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. പിന്നെ വിപിൻ മോഹൻ, ഡിഫൻസീവ് മിഡ്ഫീൽഡറെ വിപിൻ മോഹന്റെ ഭാഗത്തു നിന്നും ഒരു ഡീസന്റ് ഗെയിമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഡാനിഷ് ഫറൂഖ് ഒരു ഔട്ട് ഓഫ് ഫോം ആണ്. നിലവിൽ ഒരു ഔട്ട് ഓഫ് ഫോം ആയിട്ടാണ് നമുക്ക് ഡാനിഷ് ഫറൂഖിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഐമൻ വന്നതിന് ശേഷമാണ് കളിയുടെ വേഗത ഒന്ന് കൂടിയത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഐമൻ വന്നതോടുകൂടി കളിയുടെ കൗണ്ടർ അറ്റാക്കിന്റെ സ്പീഡ് കൂടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനോടൊപ്പം നോഹ സദോയും വിങ്ങിലൂടെ വളരെ മികച്ച മുന്നേറ്റങ്ങൾ സെക്കൻഡ് ഹാഫിൽ നോഹ സദോയി വന്നതിന് ശേഷം വളരെ മികച്ച മുന്നേറ്റങ്ങൾ ലെഫ്റ്റ് വിങ്ങിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ സന്ദീപ് സിംഗിന് പകരം റൈറ്റ് ബാക്കായി അമയ് റാനവാഡനെ കൊണ്ടുവന്നു. പക്ഷെ അമയ് റാനവാഡക്ക് വലിയ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നുവെങ്കിലും വലിയ രീതിയിലുള്ള ടൈമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് അമയ് റാനവാഡ് സബ്സ്റ്റിറ്റ്യൂട്ടായി വരുന്നത്. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഒരു ഡീസന്റ് ഗെയിമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. സോ 1-0 എന്ന സ്കോറിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വിജയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ്
ഈ മത്സരം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഈ മത്സരം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കാവുന്നതാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then, bye.